ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ താരം വൻ നിന്നെ കണ്ടാലമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല ഞാൻ ഫസ്റ്റ് ദില്ലേനെ കാണുന്നത് ഞാൻ അവിടെ വന്ന് ഫസ്റ്റ് കിച്ചണിൽ എന്തിനോ കയറി ഫുഡ് വെച്ചിട്ട് പാത്രം കയറുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് ദില്ലേജി. പക്ഷേ ദില്ലേജാണ് ആരോ ഒരാൾ. പിന്നെ റൂമിൽ വന്നപ്പോഴാണ് ഇയാൾ വന്ന് പറഞ്ഞു, ഓ പുതിയ കുട്ടികളെ ഏതാ അങ്ങനെ ചോദിച്ചപ്പോൾ എന്നെ മുന്നേ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ താനല്ലേ നേരത്തെ വന്ന് കിഴക്കിക്കോട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചേ. അതാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. പക്ഷേ എനിക്ക് തരണതൊന്നും തോന്നിയില്ല കേട്ടോ. മൈൻഡ് ചെയ്യാറില്ല, ആരും മൈൻഡ് ചെയ്യാറില്ല. അവളെ കാര്യം നോക്കി പോവുക, എന്താണോ പറഞ്ഞ ജോലി അത് ചെയ്യുക, ഇങ്ങനെ തന്നെ. പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡാ, എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ പറയും. അതിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മാനേജറായിക്കോട്ടെ, ഇതിപ്പോൾ ഇവിടുത്തെ മറ്റേ പഠിക്കാൻ വന്ന കുട്ടികളായിക്കോട്ടെ, ആരായാലും കടയിൽ നിൽക്കുന്ന ചേട്ടനായിക്കോട്ടെ, പറയാനുള്ളത് അതേപോലെ തന്നെ പറയും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാവരും അങ്ങനെ പറയത്തില്ല, മനസ്സിലുണ്ടെങ്കിലും ബാക്കിയുള്ള എന്ത് വിചാരിക്കും തോന്നും. പക്ഷെ അതങ്ങനെയല്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞതെന്ന് വയ്ക്കാം പറയും. ഐ ലൈക്ക് എനിക്ക് സത്യം പറഞ്ഞ ദില്ലേജി എന്ന് പറഞ്ഞൊരു ടവർ പേഴ്സൺ ആയിട്ട് തോന്നിയത്. കാരണം എന്നുവെച്ചാൽ മുമ്പ് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് നമ്മൾ ഒന്നിച്ച് റൂമിലായത്. അതിന് ശേഷം ഭയങ്കര പാവ. പക്ഷെ എല്ലാവർക്കും തുറന്നു പറയും, എല്ലാ കാര്യങ്ങളും ദേഷ്യം ഉണ്ടെങ്കിൽ എന്തായാലും തുറന്നു പറയും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും വിഷമം പെട്ടെന്ന് കാര്യം ചെയ്യും. അങ്ങനത്തെ ഒരാളാണ്. അഞ്ജന പറഞ്ഞ അതേ കാര്യങ്ങളാണ് എനിക്ക് പറയുന്നത്. ആദ്യം ഭയങ്കര ടെററാന്ന് വിചാരിച്ചത്. ഞങ്ങൾക്ക് തീരെ വിചാരിച്ചില്ല, ഇത്രയും പാവായിരിക്കും തീരെ വിചാരിച്ചിട്ടില്ല. പിന്നെ കമ്പനി ആയപ്പോൾ അടുത്ത റൂമായപ്പോഴാണ് കുറച്ചുകൂടെ കൂടുതൽ അറിയാൻ പറ്റിയ. മീറ്റ് ചെയ്തപ്പോൾ ഒന്നുകൂടെ മിണ്ടിലായിരുന്നു, ഭയങ്കര ചാടിയായിരുന്നു, ഭീകരയാണ്. പക്ഷെ പിന്നെ മനസ്സിലെ ഭീകര പാവാനും അങ്ങനെ എനിക്ക് ഇടയ്ക്കൊരു റഫാന്നൊക്കെ തോന്നിയായിരുന്നു. പിന്നെ എന്താ റൂമിൽ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായപ്പോൾ മനസ്സിലായി ഭയങ്കര ഹാപ്പി സോണാണ്, പാവാണ്. പിന്നെന്താ കല്യാണം കഴിക്കാൻ ഓക്കെ ടോണി എന്തെങ്കിലും ഒരു കല്യാണം അങ്ങനെയായിരുന്നു. ആദ്യം ഓഗസ്റ്റിനായിരുന്നു, പിന്നെ സെപ്റ്റംബർ ആയി, പിന്നെ ഇപ്പം എന്തേ ഒക്ടോബർ ലാസ്റ്റ് നവംബർ ആയിട്ട് ഡേറ്റ് ഒരു ഫിക്സ് ആക്കി. എന്താ അയ്യോ കല്യാണം കഴിച്ച് പോവാല്ലേ. എൻ്റെ ചേച്ചി എന്നോട് കുറച്ച് മുമ്പേ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ റൂമിൽ പിള്ളേരെന്തെങ്കിലും ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ നിങ്ങളിങ്ങനെ ആക്കുന്നു എന്നുള്ളത് അതൊരു ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അതെ അല്ല, ഇങ്ങനെ ഒരു മനസ്സിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും. നമ്മൾ സാധാരണ എല്ലാവരും ഫാർമസിന്നൊക്കെ ചേച്ചിമാർ ചെയ്തിട്ടുള്ളത് മറ്റേ റോട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ വലിയ നല്ല സീനറിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുള്ള ചെയ്തുള്ള അറിവ്. അല്ലാതെ നമ്മുടെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ ചേച്ചി എന്നോട് ചെയ്ത് പിള്ളേരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞു പ്രതീക്ഷിക്കാതെ ഇവിടെ വന്ന് നോക്കിയായിരുന്നല്ലോ. എന്നിട്ട് തിരിച്ചു പോയപ്പോഴാണ് ചേച്ചി മെസ്സേജ്. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, അവരെന്നോട് ഒരുങ്ങിയിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരെന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല. നിങ്ങൾ ചെയ്തു തന്നതിനും ഞാൻ ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ ഞാനിത് ഒരിക്കലും മറക്കത്തില്ല. എനിക്ക് വളരെ സന്തോഷം.